വരാനിരിക്കുന്ന മധ്യപ്രദേശ് നിയമസഭാ ഇലക്ഷൻ CNXT അഭിപ്രായ സർവേ 230 അംഗ മധ്യപ്രദേശ് നിയമസഭയിലേക്ക് നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ മധ്യപ്രദേശിലെ വിവിധ ജില്ലകളിലായി വിവിധ മുന്നണികൾക്ക് വിജയസാധ്യതയുള്ള സീറ്റുകൾ. ആദ്യമായി നോക്കുന്ന ജില്ല ഉജ്ജയിനാണ്. ഉജ്ജയിനിൽ 7 സീറ്റുകളാണുള്ളത്. 7 സീറ്റുകളിൽ 2 സീറ്റുകൾ വരെ BJPയും 5 സീറ്റുകൾ വരെ കോൺഗ്രസും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല ഇൻഡോർ ആണ്. ഇൻഡോറിൽ 9 സീറ്റുകളാണുള്ളത്. 9 സീറ്റുകളിൽ 3 സീറ്റുകൾ വരെ BJPയും 5 സീറ്റുകൾ വരെ കോൺഗ്രസും 1 സീറ്റ് മറ്റു കക്ഷികളും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല ധാർ ആണ്. ധാർ ജില്ലയിൽ 7 സീറ്റുകളാണുള്ളത്. 7 സീറ്റുകളിൽ 2 സീറ്റുകൾ വരെ BJPയും 5 സീറ്റുകൾ വരെ കോൺഗ്രസും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല ജാബു ആണ്. ജാബുവായിൽ 3 സീറ്റുകളാണുള്ളത്. 3 സീറ്റുകളിൽ 1 സീറ്റ് BJPയും 2 സീറ്റുകൾ വരെ കോൺഗ്രസും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല അലിരാജ്പൂർ ആണ്. അലിരാജ്പൂരിൽ 2 സീറ്റുകളാണുള്ളത്. 2 സീറ്റുകളിൽ 2 സീറ്റുകളും കോൺഗ്രസ് നേടാനാണ് സാധ്യത. മറ്റു കക്ഷികൾക്ക് അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല. അടുത്തതായി നോക്കുന്ന ജില്ല ബർവാനി ജില്ലയാണ്. ബർവാനിയിൽ 4 സീറ്റുകളാണുള്ളത്. 4 സീറ്റുകളിൽ 3 സീറ്റുകൾ വരെ BJPയും 1 സീറ്റ് കോൺഗ്രസും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല ഗാർഹോൺ ജില്ലയാണ്. ഗാർഹോണിൽ 6 സീറ്റുകളാണുള്ളത്. 6 സീറ്റുകളിൽ 2 സീറ്റുകൾ വരെ BJPയും 4 സീറ്റുകൾ വരെ കോൺഗ്രസും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല ഖണ്ഡുവ ജില്ലയാണ്. ഖണ്ഡുവ ജില്ലയിൽ 4 സീറ്റുകളാണുള്ളത്. 4 സീറ്റുകളിൽ 1 സീറ്റ് BJPയും 3 സീറ്റുകൾ വരെ കോൺഗ്രസും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല ദേവാസ് ആണ്. ദേവാസ് ജില്ലയിൽ 5 സീറ്റുകളാണുള്ളത്. 5 സീറ്റുകളിൽ 2 സീറ്റുകൾ വരെ BJPയും 3 സീറ്റുകൾ വരെ കോൺഗ്രസും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല ഷാജാപൂർ ആണ്. ഷാജാപൂരിൽ 3 സീറ്റുകളാണുള്ളത്. 3 സീറ്റുകളിൽ 2 സീറ്റുകൾ വരെ BJPയും 1 സീറ്റ് കോൺഗ്രസും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല അഗർമാൽവയാണ്. അഗർമാൽവയിൽ 2 സീറ്റുകളാണുള്ളത്. 2 സീറ്റുകളിൽ 2 സീറ്റുകളും കോൺഗ്രസ് സഖ്യം നേടാനാണ് സാധ്യത. BJPക്കോ മറ്റു കക്ഷികൾക്കോ അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല. അടുത്തതായി നോക്കുന്ന ജില്ല രാജ്ഗഡ് ആണ്. രാജ്ഗഡിൽ 5 സീറ്റുകളാണുള്ളത്. 5 സീറ്റുകളിൽ 1 സീറ്റ് BJPയും 4 സീറ്റുകൾ വരെ കോൺഗ്രസും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല സെഹോർ ആണ്. സെഹോറിൽ 4 സീറ്റുകളാണുള്ളത്. 4 സീറ്റുകളിൽ 2 സീറ്റുകൾ വരെ BJPയും 2 സീറ്റുകൾ വരെ കോൺഗ്രസും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല ഭോപ്പാൽ ആണ്. ഭോപ്പാലിൽ 7 സീറ്റുകളാണുള്ളത്. 7 സീറ്റുകളിൽ 2 സീറ്റുകൾ വരെ BJPയും 5 സീറ്റുകൾ വരെ കോൺഗ്രസും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല വിദിശയാണ്. വിദിശയിൽ 5 സീറ്റുകളാണുള്ളത്. 5 സീറ്റുകളിൽ 1 സീറ്റ് BJPയും 4 സീറ്റുകൾ വരെ കോൺഗ്രസും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല റായ്സൻ ആണ്. റായ്സനിൽ 4 സീറ്റുകളാണുള്ളത്. 4 സീറ്റുകളിൽ 2 സീറ്റുകൾ വരെ BJPയും 2 സീറ്റുകൾ വരെ കോൺഗ്രസും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല നർമ്മദാപുരം ഹോഷങ്കാബാദ് ആണ്. ഹോഷങ്കാബാദിൽ 4 സീറ്റുകളാണുള്ളത്. 4 സീറ്റുകളിൽ 1 സീറ്റ് BJPയും 3 സീറ്റുകൾ വരെ കോൺഗ്രസും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല ഹർദയാണ്. ഹർദയിൽ 2 സീറ്റുകളാണുള്ളത്. 2 സീറ്റുകളിൽ 2 സീറ്റുകളും BJP നേടാനാണ് സാധ്യത. കോൺഗ്രസിനോ മറ്റു കക്ഷികൾക്കോ അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല. അടുത്തതായി നോക്കുന്ന ജില്ല ബെതുലാണ്. ബെതുലിൽ 5 സീറ്റുകളാണുള്ളത്. 5 സീറ്റുകളിൽ 1 സീറ്റ് BJPയും 4 സീറ്റുകൾ വരെ കോൺഗ്രസും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല ചിന്ദ്വാരയാണ്. ചിന്ദ്വാര ജില്ലയിൽ 7 സീറ്റുകളാണുള്ളത്. 7 സീറ്റുകളിൽ 3 സീറ്റുകൾ വരെ BJPയും 4 സീറ്റുകൾ വരെ കോൺഗ്രസും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല നർസിംഗ്പൂർ ആണ്. നർസിംഗ്പൂരിൽ 4 സീറ്റുകളാണുള്ളത്. 4 സീറ്റുകളിൽ 2 സീറ്റുകൾ വരെ BJPയും 2 സീറ്റുകൾ വരെ കോൺഗ്രസും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല സിയോണിയാണ്. സിയോണിയിൽ 4 സീറ്റുകളാണുള്ളത്. 4 സീറ്റുകളിൽ 1 സീറ്റ് BJPയും 3 സീറ്റുകൾ വരെ കോൺഗ്രസും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല ബാലാഘട്ട് ആണ്. ബാലാഘട്ടിൽ 6 സീറ്റുകളാണുള്ളത്. 6 സീറ്റുകളിൽ 2 സീറ്റുകൾ വരെ BJPയും
4 സീറ്റുകൾ വരെ കോൺഗ്രസും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല മണ്ഡലയാണ്. മണ്ഡലയിൽ 3 സീറ്റുകളാണുള്ളത്. 3 സീറ്റുകളിൽ 3 സീറ്റുകളും കോൺഗ്രസ് നേടാനാണ് സാധ്യത. BJPക്കോ മറ്റു കക്ഷികൾക്കോ അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല. അടുത്തതായി നോക്കുന്ന ജില്ല നീമച്ചാണ്. നീമച്ചിൽ 3 സീറ്റുകളാണുള്ളത്. 3 സീറ്റുകളിൽ 1 സീറ്റ് BJPയും 2 സീറ്റുകൾ വരെ കോൺഗ്രസും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല റത്ലമാണ്. റത്ലം ജില്ലയിൽ 5 സീറ്റുകളാണുള്ളത്. 5 സീറ്റുകളിൽ 1 സീറ്റ് BJPയും 4 സീറ്റുകൾ വരെ കോൺഗ്രസും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല ജബൽപൂരാണ്. ജബൽപൂരിൽ 8 സീറ്റുകളാണുള്ളത്. 8 സീറ്റുകളിൽ 3 സീറ്റുകൾ വരെ BJPയും 4 സീറ്റുകൾ വരെ കോൺഗ്രസും 1 സീറ്റ് മറ്റു കക്ഷികളും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല ദിണ്ടോരിയാണ്. ദിണ്ടോരിയിൽ 2 സീറ്റുകളാണുള്ളത്. 2 സീറ്റുകളിൽ 2 സീറ്റുകളും BJP നേടാനാണ് സാധ്യത. കോൺഗ്രസിനോ മറ്റു കക്ഷികൾക്കോ അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല. അടുത്തതായി നോക്കുന്ന ജില്ല ഒമരിയയാണ്. ഒമരിയയിൽ 2 സീറ്റുകളാണുള്ളത്. 2 സീറ്റുകളിൽ 1 സീറ്റ് BJPയും 1 സീറ്റ് കോൺഗ്രസും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല അനൂപ്പൂരാണ്. അനൂപ്പൂരിൽ 3 സീറ്റുകളാണുള്ളത്. 3 സീറ്റുകളിൽ 3 സീറ്റുകളും കോൺഗ്രസ് നേടാനാണ് സാധ്യത. BJPക്കോ മറ്റു കക്ഷികൾക്കോ അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല. അടുത്തതായി നോക്കുന്ന ജില്ല ഷാഡോളാണ്. ഷാഡോളിൽ 3 സീറ്റുകളാണുള്ളത്. 3 സീറ്റുകളിൽ 1 സീറ്റ് BJPയും 2 സീറ്റുകൾ വരെ കോൺഗ്രസും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല കാട്നിയാണ്. കാട്നിയിൽ 4 സീറ്റുകളാണുള്ളത്. 4 സീറ്റുകളിൽ 2 സീറ്റുകൾ വരെ BJPയും 2 സീറ്റുകൾ വരെ കോൺഗ്രസും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല സിഗ്രൗളിയാണ്. സിഗ്രൗളിയിൽ 3 സീറ്റുകളാണുള്ളത്. 3 സീറ്റുകളിൽ 3 സീറ്റുകളും കോൺഗ്രസ് സഖ്യം നേടാനാണ് സാധ്യത. BJPക്കോ മറ്റു കക്ഷികൾക്കോ അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല. അടുത്തതായി നോക്കുന്ന ജില്ല സിദ്ധിയാണ്. സിദ്ധി ജില്ലയിൽ 4 സീറ്റുകളാണുള്ളത്. 4 സീറ്റുകളിൽ 1 സീറ്റ് BJPയും 3 സീറ്റുകൾ വരെ കോൺഗ്രസും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല രേവയാണ്. രേവ ജില്ലയിൽ 8 സീറ്റുകളാണുള്ളത്. 8 സീറ്റുകളിൽ 3 സീറ്റുകൾ വരെ BJPയും 5 സീറ്റുകൾ വരെ കോൺഗ്രസും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല സത്നയാണ്. സത്ന ജില്ലയിൽ 7 സീറ്റുകളാണുള്ളത്. 7 സീറ്റുകളിൽ 2 സീറ്റുകൾ വരെ BJPയും 4 സീറ്റുകൾ വരെ കോൺഗ്രസും 1 സീറ്റ് മറ്റു കക്ഷികളും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല പന്നയാണ്. പന്ന ജില്ലയിൽ 3 സീറ്റുകളാണുള്ളത്. 3 സീറ്റുകളിൽ 3 സീറ്റുകളും കോൺഗ്രസ് സഖ്യം നേടാനാണ് സാധ്യത. BJPക്കോ മറ്റു കക്ഷികൾക്കോ അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല. അടുത്തതായി നോക്കുന്ന ജില്ല ദാമോഹനാണ്. ദാമോഹ് ജില്ലയിൽ 4 സീറ്റുകളാണുള്ളത്. 4 സീറ്റുകളിൽ 2 സീറ്റുകൾ വരെ കോൺഗ്രസും 2 സീറ്റുകൾ വരെ BJPയും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല ഛത്രപൂരാണ്. ഛത്രപൂരിൽ 6 സീറ്റുകളാണുള്ളത്. 6 സീറ്റുകളിൽ 3 സീറ്റുകൾ വരെ BJPയും 1 സീറ്റ് കോൺഗ്രസും 2 സീറ്റുകൾ വരെ മറ്റു കക്ഷികളും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല നിവാരിയാണ്. നിവാരിയിൽ 2 സീറ്റുകളാണുള്ളത്. 2 സീറ്റുകളിൽ 2 സീറ്റുകളും കോൺഗ്രസ് നേടാനാണ് സാധ്യത. BJPക്കോ മറ്റു കക്ഷികൾക്കോ അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല. അടുത്തതായി നോക്കുന്ന ജില്ല ടീക്കംഗഡ് ആണ്. ടീക്കംഗഡിൽ 3 സീറ്റുകളാണുള്ളത്. 3 സീറ്റുകളിൽ 3 സീറ്റുകളും BJP നേടാനാണ് സാധ്യത. കോൺഗ്രസിനോ മറ്റു കക്ഷികൾക്കോ അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല. അടുത്തതായി നോക്കുന്ന ജില്ല സാഗർ ആണ്. സാഗറിൽ 8 സീറ്റുകളാണുള്ളത്. 8 സീറ്റുകളിൽ 3 സീറ്റുകൾ വരെ BJPയും 5 സീറ്റുകൾ വരെ കോൺഗ്രസും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല അശോക് നഗർ ആണ്. അശോക് നഗറിൽ 3 സീറ്റുകളാണുള്ളത്. 3 സീറ്റുകളിൽ 1 സീറ്റ് BJPയും 2 സീറ്റുകൾ വരെ കോൺഗ്രസും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല ഗുണയാണ്. ഗുണ ജില്ലയിൽ 4 സീറ്റുകളാണുള്ളത്. 4 സീറ്റുകളിൽ 1 സീറ്റ് BJPയും 3 സീറ്റുകൾ വരെ കോൺഗ്രസും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല ശിവപുരിയാണ്. ശിവപുരി ജില്ലയിൽ 5 സീറ്റുകളാണുള്ളത്. 5 സീറ്റുകളിൽ 2 സീറ്റുകൾ വരെ BJPയും 3 സീറ്റുകൾ വരെ കോൺഗ്രസും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല ദാത്തിയയാണ്. ദാത്തിയ ജില്ലയിൽ 3 സീറ്റുകളാണുള്ളത്. 3 സീറ്റുകളിൽ 2 സീറ്റുകൾ വരെ BJPയും 1 സീറ്റ് കോൺഗ്രസും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല ഗോളിയോർ ആണ്. ഗോളിയോർ ജില്ലയിൽ 6 സീറ്റുകളാണുള്ളത്. 6 സീറ്റുകളിൽ
3 സീറ്റുകൾ വരെ BJPയും 3 സീറ്റുകൾ വരെ കോൺഗ്രസും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല ബിങ് ആണ്. ബിങ് ജില്ലയിൽ 5 സീറ്റുകളാണ് ഉള്ളത്. 5 സീറ്റുകളിൽ 3 സീറ്റുകൾ വരെ BJPയും 2 സീറ്റുകൾ വരെ കോൺഗ്രസും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല മൊറീനയാണ്. മൊറീന ജില്ലയിൽ 6 സീറ്റുകളാണ് ഉള്ളത്. 6 സീറ്റുകളിൽ 2 സീറ്റുകൾ വരെ BJPയും 4 സീറ്റുകൾ വരെ കോൺഗ്രസും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല ഷിയോപൂരാണ്. ഷിയോപൂരിൽ 4 സീറ്റുകളാണ് ഉള്ളത്. 4 സീറ്റുകളിൽ 2 സീറ്റുകൾ വരെ BJPയും 2 സീറ്റുകൾ വരെ കോൺഗ്രസും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല മന്ദ്സൗർ ആണ്. മന്ദ്സൗറിൽ 4 സീറ്റുകളാണ് ഉള്ളത്. 4 സീറ്റുകളിൽ 3 സീറ്റുകൾ വരെ BJPയും 1 സീറ്റ് കോൺഗ്രസും നേടാനാണ് സാധ്യത. മധ്യപ്രദേശ് നിയമസഭയിലെ ആകെയുള്ള 230 സീറ്റുകളിൽ BJP സഖ്യം 85 സീറ്റുകൾ വരെയും കോൺഗ്രസ് സഖ്യം 140 സീറ്റുകൾ വരെയും മറ്റുള്ളവർ 5 സീറ്റുകൾ വരെയും നേടാനാണ് സാധ്യത.